In this video, I am discuss the topic of capital market, financial market and institution എന്ന സബ്ജക്ട്സിലെ ചാപ്റ്റർ നമ്പർ 3 ക്യാപിറ്റൽ മാർക്കറ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിൽ പറയുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് യു മീൻ ബൈ ക്യാപിറ്റൽ മാർക്കറ്റ്, വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, what do you mean by capital market? The capital market is a market where buyer and seller engage in trade of financial securities like bond, stock, etc. The buying or selling is undertaken by participants such as individuals and institutions. Generally, this market trade mostly in long-term securities. Capital market എന്ന് പറഞ്ഞാൽ ബയ്യറും സെല്ലറും ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയുടെ ട്രേഡിങ്ങിൽ ഏർപ്പെടുന്നതിനെയാണെന്ത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ട്, അതുപോലെ തന്നെ സ്റ്റോക്ക് എന്നിവയാണ്. അത് ഈ ക്യാപിറ്റൽ മാർക്കറ്റ് നമ്മൾ മണി മാർക്കറ്റിൽ പറഞ്ഞു, അവിടെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഫണ്ടും സെക്യൂരിറ്റീസും ട്രാൻസാക്ഷൻസും ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ബട്ട് എന്താണ്, ക്യാപിറ്റൽ മാർക്കറ്റിൽ ലോങ് ടേം ആയിട്ടുള്ള, കൂടുതലായിട്ടും ലോങ് ടേം ആയുള്ള ഫണ്ടും ലോങ് ടേം ട്രാൻസാക്ഷൻസും ഒക്കെയാണ് എന്ത് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ മേജർ ആയിട്ടുള്ള രണ്ട് പാർട്ടിസിപ്പൻസ് ആണ് ബോറോവേഴ്സ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ബോറോവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിനെ കൂടുതലായിട്ടും ഡീൽ ചെയ്യുന്നത് എന്താണ്, ബോറോവേഴ്സ് ആണ്. എന്തിനാണ് ഡീൽ ചെയ്യുന്നത് ബോറോവേഴ്സ് കൂടുതലായിട്ടും? കോപ്പറേറ്റീവ് ഫേം, അല്ലെങ്കിൽ അഥവാ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേം സെക്യൂരിറ്റി ആയതുകൊണ്ട് തന്നെ എന്താണ്, ഒരു ഹൈലി കോപ്പറേറ്റീവ് ഫേംസ് ആയിരിക്കും ഉണ്ടാവുക. ആ കോപ്പറേറ്റീവ് ഫേമിൽ വരുന്ന എല്ലാ കാര്യങ്ങളും പർപ്പസിനെ ഫുൾഫിൽ ചെയ്യാനൊക്കെ എന്താണ് നമ്മുടെ ഈ ബോറോവേഴ്സ് വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട്. ദെൻ എന്താണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അല്ലെങ്കിൽ എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വഴി ഓരോ കൊമേഴ്ഷ്യൽ ബാങ്ക്സും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ വഴി എന്താണ് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെയാണ് ഇൻവെസ്റ്റേഴ്സ് കൊണ്ടുള്ളൊരു ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് കൊണ്ടുള്ളൊരു പ്രയോജനം എന്ന് പറയുന്നത്. അതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിനെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 കാറ്റഗറി. ഫസ്റ്റ് ഓഫ് ഓൾ ദ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി മാർക്കറ്റ്, ദെൻ ദ ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റ് അല്ലെങ്കിൽ ഗിൽഡ് എഡ്ജഡ് സെക്യൂരിറ്റി മാർക്കറ്റ്, ദെൻ ദ ലോങ് ടേം ലോൺസ് മാർക്കറ്റ്. ദെൻ ഇത് കൂടുതലായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, what do you mean by industrial security market? This is a market for industrial securities, that is the market for shares and debentures of the existing and new corporate firms. The buying and selling of such instruments take place in this market. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്, ഡിബഞ്ചേഴ്സ് ഇതൊക്കെ ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി മാർക്കറ്റ്. പ്രിഫറൻസ് ഷെയർ, ഇക്വിറ്റി ഷെയർ, ബോണ്ട്, ഡിബഞ്ചേഴ്സ് ഇവയെല്ലാം ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. The industrial security market further classified into 2 categories, primary market and secondary market. What do you mean by primary market? The primary market is the part of the capital market that deals with the issuing of new security. It is that market where securities are sold for the first time for collecting long-term capital. The market is concerned with a new issue. Therefore, the primary market is also called a new issue market. പ്രൈമറി മാർക്കറ്റ് അഥവാ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വേർഡ് ലൈൻ ഉണ്ട്. ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഒരു പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഷെയർസ്, അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന
പ്ലേസിനെ പറയുന്ന പേരാണെന്ത്? പ്രൈമറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്താ, ന്യൂ ആയിട്ട് ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസ്, ആ സെക്യൂരിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന, ആ സെക്യൂരിറ്റിയൊക്കെ അഡാപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യുന്നതാണെന്ത്? പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. പ്രൈമറി മാർക്കറ്റ് കറക്റ്റ് മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ, ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓർഗനൈസേഷനോ, ആ ഓർഗനൈസേഷനിൽ പുതുതായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഷെയർസ് അല്ലെങ്കിൽ പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു പ്ലേസിനെ പറയുന്ന പേരാണെന്ത്? നമ്മുടെ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറയുന്നത്. പ്രൈമറി മാർക്കറ്റിൻ്റെ വേറൊരു പേരാണെന്ത്? ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് യു മീൻ ബൈ സെക്കൻഡറി മാർക്കറ്റ്? നമ്മൾ പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ന്യൂ ആയിട്ട് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതാണ് പ്രൈമറി മാർക്കറ്റ് ആണ്. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സെക്കൻഡറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റ് ഈസ് ദാറ്റ് മാർക്കറ്റ് in which the buying and selling of the previously issued securities are done. The secondary market, also called the aftermarket securities, are done. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡറി മാർക്കറ്റിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർസ്, സെക്യൂരിറ്റീസ് വീണ്ടും ട്രാൻസാക്ഷൻസ് നടത്തുക, അതുപോലെ തന്നെ വീണ്ടും റിക്വയർമെൻറ്റ്സ് നടത്തുന്നതിനെയാണെന്ത്? സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർസ് ആണെങ്കിലും അതുപോലെ തന്നെ എന്താ സെക്യൂരിറ്റീസ് ആണെങ്കിലും ഒക്കെ വീണ്ടും ഇഷ്യൂ ചെയ്യുക, അതുപോലെ വീണ്ടും ട്രാൻസാക്ഷൻസ് നടത്തുന്നതിനെയാണ് എന്ത്? സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റ് അഥവാ ഗിൽട്ട് എഡ്ജഡ് സെക്യൂരിറ്റി മാർക്കറ്റ്. ഗിൽട്ട് എഡ്ജഡ് സെക്യൂരിറ്റി മാർക്കറ്റിനെ ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റ് എന്നും പറയുന്നു. ഡീൽസ് വിത്ത് സെക്യൂരിറ്റീസ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ദ IFCI, IDBI, SFC, SIDC ഇതൊക്കെയാണ് കൂടുതലായിട്ടും ഒരു ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത്. സെൻട്രലായിട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിട്ടുമായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ SFC, അതുപോലെ തന്നെ IDBI, SFC, പിന്നെ SIDC ഇങ്ങനത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൂടുതലായിട്ടും നമ്മുടെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ദ സെക്യൂരിറ്റീസ് കുഡ് ബി ഷോർട്ട് ടേം ഓർ ലോങ് ടേം. ഒരു ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ആയിട്ടുള്ളതും ഉണ്ടാവും, അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ളതും എന്താണ്? ലോങ് ടേം ആയിട്ടുള്ള സെക്യൂരിറ്റീസും ഷോർട്ട് ടേം ആയിട്ടുള്ള സെക്യൂരിറ്റീസും ഒരു ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റിൽ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞാൽ സെക്യൂർഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. Such securities are very safe for investment, returns are guaranteed. ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസും ഷെയർസും വളരെയധികം സേഫ് ആയിരിക്കും. അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആണെങ്കിലും ഒക്കെ എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് സെക്യൂരിറ്റീസ് ഇതൊക്കെ എന്താണ്, വളരെയധികം സേഫ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ റിട്ടേൺസ് ഗ്യാരണ്ടീഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ബട്ട് എന്താണ് അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ്? വളരെയധികം ലോ ആയിരിക്കും എന്നാണ് പറയുന്നത്. വെരി ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റ്സ് ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയുകയാണെങ്കിൽ സച്ച് സെക്യൂരിറ്റീസ് ആർ മോർ സെക്യൂർ ദാൻ ദ കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് വഴിയായിരിക്കും ഇതിലുള്ള എല്ലാ കൂടുതലായിട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ വഴിയായിരിക്കും അതിൻ്റെ ഇഷ്യൂയും അതുപോലെ തന്നെ ഒക്കെ നടക്കുന്നത്, കൂടുതലായിട്ടുള്ള സെക്യൂരിറ്റീസൊക്കെ നടക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ദ ബയർ ഓഫ് ഗിൽട്ട് എഡ്ജഡ് സെക്യൂരിറ്റീസ് ആർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ചാരിറ്റബിൾ ട്രസ്റ്റ്, ഇൻഷുറൻസ് കമ്പനീസ് ആൻഡ് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ്. ഇത് ഒരു ഗിൽട്ട് എഡ്ജഡ് സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇതിൻ്റെ ബയേഴ്സ് ബയർ ഓഫ് ഗിൽട്ട് എഡ്ജഡ് സെക്യൂരിറ്റി മാർക്കറ്റിൽ കൂടുതലായിട്ട് ഡീൽ ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സും അതുപോലെ തന്നെ ചാരിറ്റബിൾ ട്രസ്റ്റും ഇൻഷുറൻസ് കമ്പനീസും ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സുമാണ്. ഇവരിന്നൊക്കെ നമുക്ക് ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ഒക്കെ ബൈ ചെയ്യാനുള്ള ഇതുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് മെച്യൂരിറ്റി പീരീഡ് ഈസ് നോ യൂണിഫോം. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള മെച്യൂരിറ്റി പീരീഡ് അതിൽ യൂണിഫോം ആയിട്ടുള്ളൊരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടായിരിക്കില്ല ഇതിൽ ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റില്ല. നെക്സ്റ്റ് പറയുന്നത്
Long-term loans market. Long-term loans markets are the given for long-term generally for 5 years to 20 years. Long-term loans market എന്ന് പറയുകയാണെങ്കിൽ കോർപ്പറേറ്റ് ഫേമുകളിലും അതുപോലെ തന്നെ ഹൈലി ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ലോങ് ടേം ആയിട്ടുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ലോങ് ടേം ലോൺസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ടേം പീരീഡ് എന്ന് പറയുകയാണെങ്കിൽ 5 to 20 years ആണ്. The long-term loans market further classified into 3 categories: the term loan market and mortgage market and financial guarantee market. Let's explain the types of long-term loans market. The first of all, the term loan market. Term loan market supply the long-term or medium-term loans to corporate customers. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേം ലോൺ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം അഥവാ മീഡിയം ടേം ആയിട്ടുള്ള ഫേമുകൾക്ക് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഫേമുകൾക്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ത് ടേം ലോൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. അടുത്തത് മോർട്ടേജ് മാർക്കറ്റ് ലോൺസ് ഗിവൺ എഗെയിൻസ്റ്റ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഏതെങ്കിലും ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വെച്ചിട്ട് എന്ത് ചെയ്യാണ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കറ്റാണ് മോർട്ടേജ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈട് വെച്ചിട്ട് എന്താണ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് ലോൺസ് എടുക്കുന്നതാണ് മോർട്ടേജ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റ് ദ ഫിനാൻസ് ഈസ് ഗിവൺ എഗെയിൻസ്റ്റ് ദ തേർഡ് പാർട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സിന് ഫിനാൻസ് ഔട്ട്സൈഡേഴ്സിന് അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് ഫിനാൻസ് ചെയ്യുന്ന മാർക്കറ്റാണ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റ്. തേർഡ് പാർട്ടിക്ക് ഫിനാൻസ് ചെയ്യുന്ന മാർക്കറ്റാണ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ്, എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് ദ ഓവർവ്യൂ ഓഫ് ദ ക്യാപിറ്റൽ മാർക്കറ്റ്, റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മനസ്സിലായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.